ഹലോ ഡിയർ സ്റ്റുഡൻസ്, ടീച്ചർ എന്ന് വന്നിരിക്കുന്നത് നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നീറ്റ് ആസ്പയറൻസും അതുപോലെ തന്നെ CUET ആസ്പയറൻസും ഒക്കെ ആയിട്ട് പല പല കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ ഒരു കാലഘട്ടമാണല്ലോ അല്ലേ? അല്ലെങ്കിൽ 2 മാസത്തിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നീറ്റ് എക്സാമിനേഷൻ വരെയാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലൊക്കെ ആയിട്ടിരിക്കുകയാണ് കുട്ടികൾ. അപ്പം അവരോടാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. നിങ്ങൾ ഓൾറെഡി മോട്ടിവേറ്റഡ് ആണ്. അതായത് നിങ്ങൾ പഠിക്കുന്ന, അതായത് സ്ഥാപനമാണെങ്കിലും എല്ലാ സ്ഥാപനങ്ങളും നല്ലതാണ്, ഇവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും നല്ലതാണ്, അവിടുത്തെ സിസ്റ്റവും നല്ലതാണ്, മെറ്റീരിയൽസും നല്ലതാണ്. അപ്പോൾ അവിടെ നിന്ന് തരുന്ന മോട്ടിവേഷൻസും ഗൈഡൻസും ഒക്കെ ആയിട്ട് നിങ്ങൾ എക്സാം എഴുതാനായിട്ട് വെൽ പ്രിപ്പയർഡുമാണ്. പക്ഷേ ഇതിലൊക്കെ ഉപരി നിങ്ങൾക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യം, അതിനെപ്പറ്റിയാണ് ടീച്ചർ നിങ്ങളോട് സംസാരിക്കുന്നത് കേട്ടോ. സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയും. ഇപ്പോൾ മോട്ടിവേഷൻ നടത്താനായിട്ട് ടീച്ചേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ മോട്ടിവേറ്റേഴ്സ് ഉണ്ട്, വളരെ സയൻറ്റിഫിക്കായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടിയിട്ടുമുണ്ട് ഇതിനോടകം. പക്ഷേ നിങ്ങൾ സ്വയം വിചാരിക്കാതെ, അതായത് നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്ത് വേണോ നിങ്ങൾ ചെയ്യും, അതായത് എന്ത് ഹാർഡ് വർക്ക് വേണോ ചെയ്യും, അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾക്ക് സ്വയം തോന്നിയാൽ മാത്രമേ, ആ ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ വേറെ ആര് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്താലും നിങ്ങൾ മോട്ടിവേറ്റഡ് ആകത്തുള്ളൂ അല്ലേ? ഒരു ചെറിയ ഒരു ചേഞ്ചൊക്കെ ഇപ്പോൾ നമ്മൾ പുറമേ ആൾക്കാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നത് കൊണ്ട് ഒരു ചെറിയ വ്യത്യാസമൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും. പക്ഷേ അത് റിസൾട്ടിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ ഒരു ഫീൽഡിൽ വന്നിട്ട്, അതായത് എൻട്രൻസ് കോച്ചിങ് മേഖലയിൽ വന്നിട്ട് കുറച്ചധികം വർഷങ്ങളായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 25 വർഷത്തോളം ഈ ഒരു മേഖലയിൽ നിൽക്കുകയാണ് ബയോളജി ടീച്ചറായിട്ട്. അപ്പം പല തരത്തിലുള്ള കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്, അവരോട് അടുത്തിടപഴകിയിട്ടുണ്ട്. പഠിപ്പിക്കുമ്പോഴും അല്ലാതെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വരുമ്പോഴും അല്ലാതെയും ഒക്കെ സംസാരത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് അല്ലെങ്കിൽ എനിക്ക് ആഗ്രഹം ഡോക്ടറാകണം, MBBS ഡോക്ടർ തന്നെ വേണം. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാണ്, എല്ലാവർക്കും അത് തന്നെ വേണമെന്നില്ല. നീറ്റ് വഴി പല കോഴ്സിലേക്കും പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് കയറാവുന്നതാണ്, CUET വഴി കയറാവുന്നതാണ്. അങ്ങനെ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒത്തിരി ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് എക്സാമ്പിളായിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ആഗ്രഹം MBBS ഡോക്ടർ ആകണം, ഭയങ്കരമായിട്ട് ആഗ്രഹമാണ്. അപ്പോൾ നമ്മൾ ബുക്ക് തുറന്ന് വയ്ക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാനായിട്ട്, അതിന് വേണ്ടി പഠിക്കാനായിട്ട്. അപ്പോൾ ബുക്ക് തുറന്ന് വെച്ചിട്ട് നമ്മൾ ടെൻഷൻ അടിക്കണം, ഈ പഠിക്കുന്നത് ഞാൻ ഓർത്തിരിക്കുമോ, എനിക്ക് പരീക്ഷയ്ക്ക് അത് എഴുതാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ ബബിള് കറപ്പിക്കുന്നത് തെറ്റിപ്പോകുമോ എന്നൊക്കെയുള്ള ടെൻഷനിൽ, വല്ലാത്തൊരു പേടിയിലൊക്കെ നമ്മളിങ്ങനെ ബുക്ക് തുറന്ന് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകത്തില്ല, നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തില്ല, നിങ്ങൾക്കത് കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ബുക്ക് തുറന്ന് വെച്ച് അങ്ങനെ ടെൻസ്ഡ് ആയിട്ടിരിക്കുന്നതിന് പകരം നിങ്ങൾ ആ കിട്ടുന്ന സമയത്ത് അത് വായിക്കുക. അപ്പോൾ ഇത് എങ്ങനെയാണ് വായിക്കേണ്ടത്, ഓരോ സബ്ജക്റ്റും എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, ഇതെല്ലാം നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിലൂടെയും നിങ്ങൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിലൂടെയും മെൻറ്റർമാരിലൂടെയും ഒക്കെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ അതിലോട്ട് ഈ ഒരു ടോക്കിൽ ഞാൻ തൽക്കാലം കടക്കുന്നില്ല. അപ്പം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു ചിന്ത ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും പാടില്ല. കിട്ടും എന്ന് തന്നെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. കിട്ടാത്ത ഒരു അവസരത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, ചുറ്റും പോസിറ്റിവിറ്റി നിറയ്ക്കാനായിട്ട് ശ്രമിക്കുക. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, നിങ്ങൾ പലതരത്തിലുള്ള ഇമോഷണൽ ഔട്ട്ബേസ്റ്റുകൾക്ക് വിധേയമാവുകയോ അല്ലെങ്കിൽ അനാവശ്യ ഇമോഷണൽ ഫീലിങ്ങുകൾ കടമപ്പെടുകയോ ചെയ്താൽ ബോഡിയിൽ ഒത്തിരി മോശപ്പെട്ടാന്ന് ഞാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ മെൻ്റൽ ഹെൽത്തിനും ഫിസിക്കൽ ഹെൽത്തിനും ദോഷകരമായിട്ട് പ്രവർത്തിക്കുന്ന ചില ഹോർമോണുകൾ ബോഡിയിലുണ്ടാവും. അപ്പോൾ അനാവശ്യമായിട്ട് ആ ഹോർമോൺസ് ഉണ്ടാക്കിയെടുത്ത് നമ്മുടെ മൈൻഡ് പവർ അല്ലെങ്കിൽ ഓർമ്മശക്തി ഉൾപ്പെടെയുള്ള ബ്രെയിനിൻ്റെ പവറിനെ നശിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതേസമയം ഒത്തിരി പോസിറ്റീവ് ഇഫക്റ്റ് തരുന്ന ഹോർമോണുകൾ നമുക്ക് നമ്മുടെ ബോഡിയിൽ നമുക്ക് വേണമെന്ന് വെച്ചാൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എല്ലാം പോസിറ്റീവായിട്ട് കാണണം കേട്ടോ. എന്തായാലും നമുക്ക് മനുഷ്യനാകുമ്പോഴത്തേക്കും ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യും. ഓരോ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഓരോരുത്തർക്കും ഉള്ളത്. ചിലർക്ക് അസുഖങ്ങളായിട്ടോ, ചിലർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടോ, ചിലർക്ക് വീട്ടിലെ ആൾക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങളോ ഒക്കെ ആയിട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ ആഗ്രഹം അല്ലെങ്കിൽ നമ്മുടെ ഡ്യൂട്ടി നമുക്ക് നിറവേറ്റാൻ പറ്റാത്ത രീതിയിൽ ആ പ്രോബ്ലംസ് ഒരിക്കലും നമ്മുടെ ജീവിതത്തിന് അഫക്റ്റ് ചെയ്യാൻ പാടില്ല, നമ്മൾ സമ്മതിക്കില്ല. അപ്പോൾ അതിന് ഏറ്റവും വേണ്ടൊരു കാര്യമാണ് ഈ നമ്മളിൽ തന്നെയുള്ളൊരു കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഞാൻ ഈ ഓവർ കോൺഫിഡൻസിൽ എൻ്റെ കാര്യമല്ല ഈ പറയുന്നത്. എന്തായാലും നമ്മളിപ്പോൾ +2 കഴിഞ്ഞ് ഒക്കെ നമ്മൾ ഈ ഒരു സ്റ്റേജിലെത്തി, നമുക്ക് മോശമില്ലാത്ത മാർക്കും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം വരുന്നതും ഇതിലേക്ക് ട്രൈ ചെയ്യാനായിട്ടുള്ള തോന്നൽ വരുന്നതും. നിങ്ങളെ കോച്ച് ചെയ്തപ്പോൾ, നിങ്ങളെ പഠിപ്പിച്ച് തന്നപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായതും എല്ലാം നിങ്ങൾക്ക് കഴിവുള്ളതുകൊണ്ട് തന്നെയാണ്. പക്ഷേ
പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോമ്പറ്റീഷൻ ഫീൽഡ്, പ്രത്യേകിച്ച് നമ്മൾ MBBS സീറ്റുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ത്യ ഒട്ടാകെ ഏകദേശം ഒരു ലക്ഷത്തി 6,000-ഓളം ഒക്കെയുള്ള സീറ്റുകളെ ഉള്ളൂ എല്ലാം കൂടെ ചേർത്തിട്ട്. അതിനുവേണ്ടി കോമ്പീറ്റ് ചെയ്യുന്നത് ഏകദേശം ഒരു 20 ലക്ഷം ആൾക്കാരാണ്. ഇപ്പോൾ കഴിഞ്ഞ 2023 കോമ്പീറ്റ് ചെയ്തിരിക്കുന്ന കുട്ടികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഏകദേശം അത്രയാണ്. അപ്പോൾ അത് ഞാൻ അറിയാം, പല പല കാറ്റഗറിയും അങ്ങനെയുള്ള കാര്യങ്ങളും പ്രശ്നങ്ങളും എല്ലാം നിങ്ങൾക്കറിയാം. അപ്പം അതുകൊണ്ട് കോമ്പറ്റീഷൻ കൂടുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങൾ മോശപ്പെട്ട ആൾക്കാരായതുകൊണ്ടോ കഴിവില്ലാത്ത ആൾക്കാരായതുകൊണ്ടോ അതങ്ങനെയല്ല. ഏറ്റവും ടോപ്പ് നിൽക്കുന്ന എന്ന് പറയുമ്പോൾ ഏറ്റവും ബുദ്ധിശക്തിയുള്ള ആൾക്കാർ ആ കുട്ടികളെ നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഡ്യൂട്ടി അത് നിറവേറ്റാൻ വേണ്ടിയിട്ട്, നമ്മുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം അതിൻ്റെ ഹാർഡ് വർക്ക് ചെയ്യും എന്നുള്ളതിനാണ് കാര്യം ഇരിക്കുന്നത്. അല്ലാതെ ഏകദേശം ഒരു ബേസിക് ആ ഒരു പൊട്ടൻഷ്യലും പഠിക്കാനുള്ള പൊട്ടൻഷ്യലും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പൊട്ടൻഷ്യലും എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം സെയിം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു മെൻറ്റാലിറ്റിയിൽ വരുന്ന വ്യത്യാസമാണ് നമ്മുടെ റിസൾട്ടിലും വ്യത്യാസം ഉണ്ടാക്കുന്നത്, കിട്ടുന്ന മാർക്കിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ടീച്ചർക്ക് ഒരു കാര്യം, അത് പൊതുവെ ടീച്ചർ ഇതുവരെ കുട്ടികളോട് അങ്ങനെ റിവീൽ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒരു വ്യക്തി പ്രത്യേകിച്ച് നിങ്ങളപ്പോൾ ഉള്ള കുട്ടികളോട് ഉപദേശമായിട്ടോ മറ്റോ കാര്യം പറയുകയാണെങ്കിൽ മോട്ടിവേഷൻ ടോക്കായിട്ടൊക്കെ ഒരു കാര്യം പറയുമ്പോൾ എക്സാമ്പിൾസ് പറയും അല്ലേ, മറ്റാൾക്കാരുടെ ജീവിതം വെച്ചിട്ട് അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ ജീവിതം കാണിച്ചു തന്ന് നമ്മുടെ ചുറ്റും പലരും ഉണ്ട്, നിങ്ങൾക്ക് പലരെയും അറിയായിരിക്കും. അങ്ങനെയൊക്കെ വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ ടീച്ചർ പറയാൻ പോകുന്നത് ടീച്ചറിൻ്റെ കാര്യം തന്നെയാണ്. ടീച്ചറിൻ്റെ കാര്യം തന്നെയാണ്. എന്താ പറയുക, നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി നിങ്ങളുടെ ആർക്കെങ്കിലും ഉണ്ടാകുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് കണ്ടിട്ട് ടീച്ചർ അതിന് നിങ്ങളോട് പറയാൻ പോവുകയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് തന്നെ ഈ ഒരു ഫീൽഡിലേക്ക് ഞാൻ എൻ്റർ ചെയ്യുന്നതാണ്, എൻട്രൻസ് കോച്ചിങ് ഫീൽഡിലേക്ക്. അങ്ങനെ പല സ്ഥാപനങ്ങളിൽ, ശരിക്കും പറഞ്ഞാൽ 4 സ്ഥാപനങ്ങളിലോളം ടീച്ചർ ഇപ്പോൾ ഇതിനോടകം വർഷങ്ങളായിട്ട് നിന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു സുഖകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയല്ല ടീച്ചറിൻ്റെ കുട്ടിക്കാലവും ഈ പഠിപ്പിക്കുന്ന ഈ ഒരു ജോലി ചെയ്യുന്ന ഈ ഒരു കാലഘട്ടമൊക്കെ കടന്നു വന്നിരിക്കുന്നത് നല്ലൊരു സുഖകരമായിട്ടുള്ള ഒരു അവസ്ഥയിലല്ല. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ വേറെ പ്രശ്നങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ടീച്ചറിൻ്റെ ആരോഗ്യ പ്രശ്നത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ, അതായത് ഒരു 10 വയസ്സാകുമ്പോൾ തന്നെ ടീച്ചർക്ക് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ഉണ്ടായി. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ +2 പോർഷനിൽ പഠിക്കാൻ ഉണ്ട് ടൈപ്പ് 1 ഡയബറ്റിസ്. അതായത് ടീച്ചറിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ ടീച്ചറിൻ്റെ പാങ്ക്രിയാസിലെ ബീറ്റാ സെല്ലുകളെ നശിപ്പിക്കുക, അതായത് ഇൻസുലിൻ ഉണ്ടാക്കുന്ന സെല്ലുകളെ നശിപ്പിക്കുക അല്ലേ. അതല്ലേ നമ്മൾ ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ തന്നെ ശരീരത്തിലെ സെല്ലുകളെ നശിപ്പിച്ച് കളയുന്നൊരവസ്ഥ. അപ്പോൾ അന്ന് ഭയങ്കര ഷോക്കായിരുന്നു. കാരണം നമ്മളെപ്പോഴും ഡയബറ്റീസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നതൊക്കെ നമ്മളൊരു 40 വയസ്സിന് ശേഷമൊക്കെയാണ് കേട്ടിട്ടുള്ളത്, കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ കുടുംബത്തിലെ ആളുകൾക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഭയങ്കര ഷോക്കായിരുന്നു, വീട്ടുകാർക്കും ഒക്കെയും ഭയങ്കര ഷോക്കായിരുന്നു, അച്ഛനും അമ്മയ്ക്കും ഒക്കെ സഹോദരിക്കും എല്ലാം ഭയങ്കര ഷോക്കായിരുന്നത്. അപ്പോൾ അത് തുടക്കത്തിൽ എന്നെ നിങ്ങൾ ആലോചന 10 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ചികിത്സ അറിയാമല്ലോ, നിങ്ങൾ പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം, ഇൻസുലിൻ ഇഞ്ചക്ഷൻ മാത്രമേ അതിനൊരു വിധിയായിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ടൈപ്പ് 2 ഡയബറ്റീസിൽ പറയുന്ന പോലുള്ള ചികിത്സകളും കാര്യങ്ങളും ടാബ്ലറ്റ്സും ഒന്നുമല്ല, ഇൻസുലിൻ തന്നെ കൊടുക്കണം. അപ്പോൾ അങ്ങനെ ആ കുഞ്ഞു നാളിൽ തന്നെ ദിവസം 4 ഇഞ്ചക്ഷൻ ഡോക്ടർ തന്നെ സെൽഫായിട്ട് എടുക്കാനൊക്കെ ആയിട്ട് പഠിപ്പിക്കണം. അപ്പോൾ അത്രയും ആയിരിക്കുന്ന സമയത്ത് സ്വന്തം ശരീരത്തിൽ സ്വയം ഇഞ്ചക്ഷൻ എടുക്കുക എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ചു നോക്ക്. അതുപോലെ തന്നെ ഒരുപാട് ലിമിറ്റേഷൻസ് അന്ന് ടീച്ചർക്ക് ഉണ്ടായിരുന്നു. അന്നും ഇന്നും അല്ല കേട്ടോ, ആഹാരമായിരുന്നാലും ഒക്കെ ജീവിതശൈലി നമ്മൾ മാറുകയാണല്ലോ. അപ്പോൾ ആദ്യമൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഒത്തിരി തളർന്നും പോയിട്ടുണ്ടായിരുന്നു, പഠനത്തിനെയൊക്കെ അത് ബാധിച്ചു. അപ്പോൾ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിട്ട് നിന്നത് എൻ്റെ അച്ഛനാണ്. അപ്പം സപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വന്തം മകള് സ്വയം ശരീരത്തിൽ ഇഞ്ചക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം കാണുന്ന പാരൻസിൻ്റെ മാനസികാവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്കും അത് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുകയില്ല. അപ്പോൾ അത് കണ്ടുകൊണ്ട് തന്നെ ഇല്ല, ഇത് നീതിന്ന് കയറി വരണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡോട് കൂടെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയായിരുന്നു എൻ്റെ അച്ഛൻ. അപ്പം റിലേറ്റീവ്സൊക്കെ പല രീതിയിലാണ് റിലേറ്റീവ്സൊക്കെ ഇതിനെ എടുത്തതും. അപ്പോൾ സിമ്പത്തി അല്ലെങ്കിൽ അറിയാമല്ലോ, നമുക്ക് സപ്പോർട്ട് കിട്ടിയ സ്ഥലങ്ങൾ എന്ന് പറയുന്നത് കുറവാണ് കേട്ടോ, സത്യം പറയാമല്ലോ. നമുക്ക് ഒരു മെൻ്റൽ സപ്പോർട്ട് കിട്ടുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് മാത്രമായിരുന്നു, പാരൻസിൻ്റെ നിന്ന് മാത്രമായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ അച്ഛൻ്റെ അടുത്തു നമ്മൾ കൂടുതലും തളർന്നു പോയായിരുന്നു, ഇങ്ങനെ മകൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പം അച്ഛനുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു ഇതായിട്ട്. പക്ഷെ അപ്പോഴും ഞാൻ വലിയ സ്ട്രോങ് ഒന്നും അല്ലായിരുന്നു കേട്ടോ. അച്ഛൻ എന്ന് പറയുന്ന ഒരു ബലത്തിൻ്റെ പുറത്ത് ചാഞ്ഞ് നിന്നാണ് ഞാൻ അന്ന് ജീവിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഞാൻ 10th സ്റ്റാൻഡേർഡായി. 10th സ്റ്റാൻഡേർഡിൽ ആനുവൽ എക്സാമിന് ഒരാഴ്ച മുന്നേ അച്ഛൻ മരിക്കുകയാണ്. അപ്പം അന്ന് അത് ശരിക്കും
അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് പറയാനുള്ള വാക്കുകളും നമുക്ക് കിട്ടുക അല്ലാതെ. അപ്പോൾ ഞാൻ പരീക്ഷ എങ്ങനെ എഴുതും? അപ്പോൾ പലരും പറഞ്ഞു എഴുതാൻ പറ്റിയല്ല കുഞ്ഞിനെങ്ങനെ പോയി എഴുതാൻ പറ്റുന്നത്, ഈ ഒരു അവസ്ഥയിൽ കിടക്കുകയാണ്, അപ്പോൾ എങ്ങനെ പോയി എഴുതാൻ പറ്റും? അപ്പോൾ അന്ന് എൻ്റെ അമ്മയാണ് എനിക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. ഇല്ല, പോയി എഴുതണം, അച്ഛൻ്റെ ആഗ്രഹമാണ്, പോയി എഴുതണം. അങ്ങനെ എഴുതി, മോശമില്ലാത്ത മാർക്ക് കിട്ടി. പിന്നെ അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനില്ലാത്ത ഒരു ജീവിതം, അതായത് ഇങ്ങനെ ഒരു അസുഖവും വെച്ചുകൊണ്ടുള്ള എല്ലാ ദിവസവും ഇതുപോലെ ഇഞ്ചക്ഷനും എടുത്ത് ഡയറ്റും നോക്കിയുള്ള ഒരു കോളേജ് ജീവിതം. അപ്പോൾ കുറച്ച് നല്ല ഫ്രണ്ട്സിനെ കിട്ടി, എന്നാൽ കുറേയേറെ ശത്രുക്കളെ കിട്ടി. ഈ ശത്രുക്കൾ എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ, നമുക്ക് അനാവശ്യമായിട്ട് സിമ്പത്തി കാണിക്കുന്ന ആൾക്കാരുണ്ട്. അയ്യോ കഷ്ടം, അത് പലപ്പോഴും ശരിയല്ല. അത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമല്ല. ടീച്ചറുടെ ജീവിതത്തിൽ നിന്ന് ടീച്ചർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ അനുഭവങ്ങളിൽ നിന്ന് തന്നെ ടീച്ചർ പഠിച്ചെടുത്തൊരു കാര്യമാണ്, നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളൊന്നും അങ്ങനെ ആരോടും പറഞ്ഞുകൊണ്ട് നടന്ന് അങ്ങനെ സിമ്പത്തി പിടിച്ച് മേടിക്കേണ്ട യാതൊരു കാര്യമില്ല. കാര്യം എന്താ വെച്ചാൽ ഈ ഒരു 80% ആൾക്കാരും ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ തന്നെ വേണം, ആഹാ നന്നായി എന്ന് വിചാരിക്കുന്ന ആൾക്കാർ. 20% ആൾക്കാർ ഇത് കേൾക്കത്തുമില്ല, ഇത് നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കത്തൊന്നുമില്ല. അപ്പോൾ നമുക്കെപ്പോഴും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, പ്രത്യേകിച്ച് പാരൻസ് ആണ് ഏറ്റവും സത്യസന്ധമായി നമുക്ക് സപ്പോർട്ട് തരുന്ന ആൾക്കാരെന്ന് പറയുന്നത്. അതിലുപരി എനിക്കൊരു സത്യസന്ധത പിന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എൻ്റെ ഹസ്ബൻഡിൽ നിന്നും എൻ്റെ മകളിൽ നിന്നും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ടീച്ചർ പറയുന്നത്, ഈ സെൽഫായിട്ട് നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക, മനസ്സിലായില്ലേ? ആരെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഒരു എനർജി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എനിക്ക് അങ്ങനെയാണ് മക്കളെ ആ ഒരു എനർജി കിട്ടിയതെന്ന് പറയുന്നത്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സ്ട്രോങ് ആവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ്സ് ഇമ്പാക്റ്റ് ആൾക്കാരിൽ നിന്ന് ഉണ്ടായിരുന്നു ആ സമയത്ത്. പല രീതിയിലും താഴ്ത്താനായിട്ട്, അതായത് ഇങ്ങനൊരു അസുഖമുള്ള ഒരാൾ ഇതെന്തിനാ കോളേജിൽ പഠിക്കുന്നത്, എന്തിനാ പഠിക്കുന്നത്, അല്ലെങ്കിൽ അസുഖമൊന്നും കണ്ടാൽ തോന്നുകയില്ലല്ലോ. അപ്പോഴൊക്കെ നമുക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ഓക്കെ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ അതിന് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ശരീര ഭാഷയുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ അസുഖക്കാരിയാണെന്ന് തോന്നത്തക്ക രീതിയിലൊരു അപ്പിയറൻസ് വേണം, അല്ലെങ്കിൽ ഒരു അയ്യോ ഇച്ചിരി എന്താ പറയുക ദുഃഖമായിട്ട് അയ്യോ ഇങ്ങനെ അസുഖക്കാരിയാണെന്നുണ്ട് ആക്റ്റീവ് അല്ലാണ്ട് ഇനാക്റ്റീവായിട്ട് നമ്മൾ. പക്ഷെ ഞാൻ അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. എനിക്ക് ആ ഓരോ ജീവിതത്തിൻ്റെ ഓരോ വർഷം കടന്നു പോകുമ്പോഴും അച്ഛനില്ലാത്ത, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ഫിസിക്കലി ഇല്ലാതെ ഉണ്ടായിരുന്നുള്ളൂ, എനിക്കെപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം, നമ്മുടെ വിശ്വാസമാണ്. കൂടെ ഉണ്ട്, അച്ഛനാണ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു വിശ്വാസം, അതിൽ നിന്നാണ് ഞാൻ കയറി വരുന്നത്. അപ്പോൾ എനിക്ക് നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ എന്നെ പറ്റി നെഗറ്റീവായിട്ട് കരുതിയവരോട് പറഞ്ഞവരോടൊക്കെ ഞാൻ എന്നാൽ കാണിച്ചു തരാം കേട്ടോ, എനിക്ക് പഠിക്കാൻ പറ്റും, നിനക്ക് പഠിക്കാൻ പറ്റില്ല, നിനക്ക് അസുഖമാണ്, നിനക്ക് പഠിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നിൻ്റെ ആയുസ് ഇത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ ആളുകളുടെ മുന്നേ ഞാൻ ജീവിച്ച് കാണിക്കണം എന്നൊരു വാശി എനിക്ക് വന്നു. അപ്പോൾ ആ വാശിയുടെ പുറത്താണ് എനിക്ക് ഡോക്ടറാകണം എന്നുള്ളൊരു താല്പര്യം വല്ലാണ്ടങ്ങ് വരുവാണ്. ഡോക്ടറായാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു ആഗ്രഹം വരികയാണ്. അങ്ങനെ അപ്പോൾ ആ കാലത്ത് പണ്ട് കാലമാണ് കേട്ടോ. അപ്പോൾ അന്ന് ഈ പ്രീ ഡിഗ്രി ഒക്കെയാണ്. പ്രീ ഡിഗ്രി കഴിഞ്ഞാൽ വലിയ എൻട്രൻസ് കോച്ചിങ് സ്ഥാപനങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. ട്യൂഷൻ ടീച്ചേഴ്സ് ട്യൂഷന് പോവുക, അങ്ങനെ കൊണ്ടുവിടാനൊന്നും അങ്ങനെ അല്ലെങ്കിൽ ട്യൂഷനൊന്നും ഇല്ലാണ്ട് വലിയ അങ്ങനത്തെ ഒരു കോച്ചിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതെ ടീച്ചർ ഒരു പ്രാവശ്യം എൻട്രൻസ് എഴുതി. അപ്പോൾ 500 സീറ്റൊക്കെ ഉള്ളൂ, അത് കിട്ടിയില്ല. അന്ന് ഭയങ്കര വിഷമമൊക്കെ ആയിപ്പോയോ ഡോക്ടറാകണം എന്ന് പറഞ്ഞു. അന്ന് കേരള എൻട്രൻസ് എഴുതി വേണം കയറാനായിട്ട്. അപ്പോൾ പിന്നെ റിപ്പീറ്റ് ചെയ്യുക അങ്ങനെയുള്ള അങ്ങനെ ഒരു ഇത് തരാം, അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു തരാനൊന്നും ആരും ഒന്നുമില്ല. അങ്ങനെ ഡിഗ്രിയൊക്കെ പോയി പഠിച്ചു, ഡിഗ്രി PG എല്ലാം കഴിഞ്ഞു, പഠിച്ചു. അപ്പോഴെല്ലാം ഡോക്ടറാകാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഭയങ്കരമായിട്ട് ടീച്ചറുണ്ട്. പക്ഷേ പിന്നീട് അങ്ങോട്ട് പോയി പഠിച്ച സമയങ്ങളിലൊക്കെ നമുക്ക് വളരെ കുറച്ച് സപ്പോർട്ടീവായിട്ടുള്ള ഫ്രണ്ട്സും, കൂടുതലും എന്താ പറയുക വിഷമകരമായിട്ടുള്ള അവസ്ഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, വീട്ടിൽ എനിക്ക് എല്ലാ തരത്തിലും സപ്പോർട്ടായിരുന്നു. അല്ലാതെ ഉള്ള ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നമ്മുടെ സമൂഹം അങ്ങനെയാണ്. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള ഒരാൾ നശിച്ചു പോകുക, അതായത് ആ പ്രശ്നത്തിൽ കിടന്ന് നശിച്ചു പോവുക എന്നുള്ളതാണ് മെജോറിറ്റി ആൾക്കാരും ആഗ്രഹിക്കുന്ന കാര്യം. അപ്പോൾ എനിക്ക് അങ്ങനെ പുറത്തുനിന്നൊന്നും വലിയ സപ്പോർട്ടൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അവിടെ എല്ലാം എനിക്ക് കാണിച്ചു കൊടുക്കണം, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കും എന്നുള്ള രീതിയിൽ ഞാൻ പഠിക്കുകയാണ്. പഠിച്ച് PGയും MPhilഉം BEdും എല്ലാം കഴിഞ്ഞു. അപ്പോൾ തന്നെ ഈ ടീച്ചിങ് എന്ന് പറയുന്ന ഒരു ഇത് എനിക്ക് കുട്ടിക്കാലം മുതലേ ഇങ്ങനെ കളിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ടീച്ചറും കുട്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെ കളിക്കുക, പഠിപ്പിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ ഡോക്ടറാകണം എന്നുള്ള താല്പര്യം വന്നത്. അതില്ലാണ്ട് പോവുകയും ചെയ്തു. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ബൈ ചാൻസ് ആണ് ഈ എൻട്രൻസ് കോച്ചിങ് മേഖലയിലേക്ക് വരുന്നത്.
അപ്പോൾ വന്നിട്ട് അതിലെനിക്ക് കുട്ടികളുടെ വിശ്വാസം പിടിച്ചെടുക്കാൻ എനിക്ക് സാധിച്ചു. ഒരുപാട് കുട്ടികൾ, അതായത് 25 വർഷത്തിനുള്ളിൽ എനിക്ക് എന്തോരം 1000 കുട്ടികൾ ആണ് എനിക്ക് പഠിപ്പിച്ച് അവരുടെ മോഹം അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം, അവരുടെ താല്പര്യം. ഡോക്ടർമാർ പല MBBS മാത്രമല്ല, അല്ലാതെ ഉള്ള ഡോക്ടർമാരും നഴ്സുമാരും, പണ്ടൊക്കെ ഈ കേരള എൻട്രൻസ് വഴിയാണ് നഴ്സിങ്ങിനൊക്കെ കയറുന്നത്, MLT ഒക്കെ. അങ്ങനെ എത്രയോ സ്റ്റുഡൻസാണ് എൻ്റെ കുഞ്ഞുങ്ങളെ. ഞാൻ ഡോക്ടറായിരുന്നെങ്കിൽ ഞാനൊരു ഡോക്ടറെ ആവത്തുള്ളൂ. ഒരു ഡോക്ടറെ ഈ സമൂഹത്തിൽ ഞാനെന്ന് പറഞ്ഞിട്ട് എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എന്തോരം 1000 ഡോക്ടേഴ്സാണ്, ആയിരക്കണക്കിന് ഡോക്ടേഴ്സാണ് അവർ ഡോക്ടറാകാൻ സാധിച്ചത്. അതിൽ ഒരു ചെറിയൊരു പങ്ക് ബയോളജി ടീച്ചർ എന്ന് പറയുന്ന ഒരു ചെറിയ പങ്ക് എനിക്ക് വഹിക്കാനായിട്ട് സാധിച്ചു. ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എവിടെ പോയാലും അയ്യോ ടീച്ചറെ, ശ്രീവിദ്യ ടീച്ചറെ എന്ന് പറഞ്ഞിട്ട് ഓടി വരിക, ടീച്ചറെ അതാണ് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ എൻ്റെ അടുത്ത ഡോക്ടറാണ് ടീച്ചർ വരണമെന്ന് പറയുക. അങ്ങനെയൊക്കെയുള്ള വളരെ സ്നേഹപരമായിട്ടുള്ള ഒരു അപ്രോച്ചാണ് എനിക്ക് കുട്ടികളിൽ നിന്ന് എപ്പോഴും കിട്ടുന്ന. എവിടെ ചെന്നാലും എനിക്ക് ഇതിൽ കൂടുതൽ എൻ്റെ ജീവിതത്തിൽ വേറൊന്നും വേണ്ട. അപ്പം ഞാൻ അന്ന് തളർന്നു പോയിരുന്നുവെങ്കിൽ ഇന്ന് ഒരു പക്ഷെ ഞാൻ ജീവിച്ചു പോലും ഇരിക്കില്ലായിരുന്നു. അപ്പം ഈ ഒരു അസുഖം വെച്ചിട്ട് ഇത്രയും കാലം ഈ ഇൻസുലിൻ ഇഞ്ചക്ഷൻസിൻ്റെ പുറത്ത് ഞാൻ നിൽക്കുകയാണ്. പിന്നെ എനിക്ക് അച്ഛനില്ലാണ്ട് കുറേ വർഷങ്ങൾ, അത് കഴിഞ്ഞ് ഹസ്ബൻഡ് വന്നപ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്തു നിന്നുള്ള ആ ഒരു സപ്പോർട്ട്, മോള് വന്നപ്പോൾ മോളുടെ അടുത്തു നിന്നുള്ള ഒരു സപ്പോർട്ട്. അപ്പോൾ അങ്ങനെ വളരെ കുറച്ച് വ്യക്തികളുടെ സപ്പോർട്ടോട് കൂടെ ഞാൻ ഈ ഒരു സ്ഥിതിയിലെത്താൻ കാരണം, ഈ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നമ്മളെപ്പോഴും നല്ലൊരു നിലയിലെത്തുന്നു എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ചെയ്യുന്ന ജോലി താല്പര്യത്തോടെ ചെയ്യുക, അല്ലേ? നമുക്ക് ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റിയെന്നൊരു തോന്നൽ വരിക. അപ്പോഴൊക്കെയാണ് നമ്മുടെ ജീവിതം സക്സസ് ആവുന്നത്, അല്ലേ? അപ്പോൾ അതുപോലെ ടീച്ചറിൻ്റെ ആഗ്രഹം ഒരുപാട് സ്ഥലങ്ങൾ ചുറ്റി നടന്ന് കാണുക, അത് ഭയങ്കര ഇഷ്ടം. പിന്നെ ഒത്തിരി പെറ്റ്സിനെ കീപ്പ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ പല കുട്ടികൾക്കും ഞാൻ എപ്പോഴും ഫ്രീ സമയങ്ങളിൽ ഞാൻ എൻ്റെ പട്ടികളെ പറ്റിയും പൂച്ചകളെ പറ്റിയും ഒക്കെ പെറ്റ് അനിമൽസിനെ പറ്റിയൊക്കെ പറയുകയാണ്. അപ്പോൾ അതെല്ലാം എനിക്ക് സാധിക്കാൻ പറ്റും, ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് ജീവിതത്തിലെ സക്സസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഡോക്ടർ ആയില്ല എങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിൽ സക്സസ് ആയില്ലേ? അപ്പം നിങ്ങൾ പുസ്തകം തുറന്നു വെച്ചിട്ട് അയ്യോ എനിക്കിത് കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ ഈ സമൂഹത്തിൽ എന്താകണം എന്നാണോ ഭഗവാൻ തീരുമാനിച്ചിരിക്കുന്നത് അത് നിങ്ങളാകും. പക്ഷെ അതിന് നിങ്ങൾക്ക് വേണ്ട എന്താണെന്നറിയോ? സെൽഫ് കോൺഫിഡൻസ് ആണ്. ആരുടെ മുന്നേയും തോറ്റു കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനസ്സാണ് നിങ്ങൾക്ക് വേണ്ടത്. കാരണം മനസ്സിലായി, നിങ്ങൾ മനുഷ്യ ജീവിതമാണ്. നമ്മൾ പഠനകാലമായാലും പിന്നെ അത് കഴിഞ്ഞ് ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോഴും എല്ലാം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും. സപ്പോർട്ടായിട്ട്, ഫാമിലി ഒഴികെ സപ്പോർട്ടായിട്ട് നിങ്ങൾക്ക് പുറത്തുനിന്ന് കിട്ടുന്ന വളരെ കുറച്ച് പെർസെൻറ്റേജേ കാണുള്ളൂ. അത് സത്യസന്ധമായിട്ട് ടീച്ചർ പറയണം, സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയണം. പുറത്തുനിന്നുള്ള സപ്പോർട്ട് കിട്ടുന്നു എന്നൊക്കെ ചിലപ്പോൾ തോന്നും, പക്ഷെ വിശ്വസിക്കരുത്, അങ്ങനെ ഒന്നുമില്ല. കള്ളവും ചതിയും വഞ്ചനയും ഒക്കെ നിറഞ്ഞ ഒരു ലോകമാണ് നമ്മുടെ ലോകം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മളും. അപ്പം അവിടെ നമുക്ക് പിടിച്ചു നിന്ന് ജീവിക്കാൻ നമ്മൾ പ്രാപ്തരാവണം. അത് ഇപ്പോഴും തന്നെ നിങ്ങൾക്ക് ഒരു ശീലം വേണം. അതായത് നീറ്റ് എക്സാമിൽ നിങ്ങൾ 10th സ്റ്റാൻഡേർഡിലെ എക്സാം എഴുതിയില്ലേ, 12th സ്റ്റാൻഡേർഡിലെ എക്സാം എഴുതിയില്ലേ, എന്തോരം പേടിച്ചിട്ടൊക്കെ എഴുതി, എന്നിട്ട് നിങ്ങൾ അതെല്ലാം നല്ല മാർക്കോടുകൂടെ പാസ് ചെയ്ത് ഇതുവരെ എത്തിയില്ലേ? അപ്പോൾ ഇനിയും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരിക്കലും നമ്മുടെ ഒരു പേടി കൊണ്ടോ ടെൻഷൻ കൊണ്ടോ ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ പരാജിതരാകരുത്. ഓക്കെ, അപ്പോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. നിങ്ങളുടെ ആഗ്രഹം സാധിച്ചാൽ അത്രയും നല്ലത്. ഇനി ആഗ്രഹം, നമ്മുടെ മനുഷ്യൻ്റെ ആഗ്രഹം എല്ലാം സാധിക്കണമെന്നൊന്നുമില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു വേൾഡിൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കണമെന്നില്ല. പക്ഷെ നമുക്ക് നമ്മളെ തോറ്റു കൊടുക്കാതെ നമ്മുടെ ഒരു സെൽഫ് കോൺഫിഡൻസോടുകൂടെ സ്ട്രോങ് ആയിട്ട് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് എപ്പോഴും നമ്മൾ വിജയിക്കും, ഞാൻ ആരുടെ മുന്നേയും തോറ്റു കൊടുക്കുകയില്ല, എനിക്ക് കഴിവുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ഫൈറ്റ് ചെയ്ത് നിൽക്കുക, പൊരുതി നിൽക്കുക. നമ്മൾ ഇന്നലെ എന്തായിരുന്നോ അതിനേക്കാളും ഒരു പടി മുകളിലായിരിക്കും നാളെ ഞാൻ അങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു വിശ്വാസത്തോടെ നിങ്ങൾ നിൽക്കുക. അപ്പോൾ യാതൊരു ടെൻഷനും വരില്ല എൻ്റെ കുഞ്ഞുങ്ങളെ. ഇനിയുള്ള 2 മാസം നിങ്ങൾ ടെൻഷൻ ഫ്രീ ആയിട്ട് കുറച്ച് റിലാക്സ് ചെയ്ത്, മൈൻഡ് റിലാക്സ് ചെയ്ത് നിങ്ങൾക്കൊരു പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ, ആ പൊട്ടൻഷ്യൽ മാക്സിമം യൂസ് ചെയ്ത് വർക്ക് ചെയ്യുക. ഇനി ഒരുപാട് NCERT ടെക്സ്റ്റൊക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് വായിക്കുകയെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കോൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ തട്ടാതെ ചുമ്മാ കിടന്ന് NCERT വായിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇത്രയും നാളൊക്കെ നിങ്ങൾ നിങ്ങളുടെ
ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് തന്നിട്ടുണ്ട്, നിങ്ങൾ നല്ലോണം പഠിച്ചിട്ടുണ്ട്, കുറേ കോൺസെപ്റ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് എക്സാംസ് എഴുതുകയാണ്. ഇനി വേണ്ടത് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. കാര്യം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ടെക്സ്റ്റിനകത്ത് നിങ്ങൾ നോട്ട് ചെയ്യാതെ പോയ പല കാര്യങ്ങളും നിങ്ങൾക്ക് ക്വസ്റ്റ്യനിലൂടെ കിട്ടുകയും വീണ്ടും വീണ്ടും ടെക്സ്റ്റ് നോക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക, 2010 മുതലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള ചെയ്ത് വന്നിട്ട് ടെൻസ്ഡ് ആകാതെ കേട്ടോ, മൈൻഡ് റിലാക്സ് ചെയ്ത് ദൈവമേ എന്ന് പറഞ്ഞിട്ട് സ്വന്തം കഴിവിനെ വിശ്വസിച്ച് നിങ്ങളെ കൊണ്ട് സാധിക്കും എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ട്, സാധിച്ചില്ലെങ്കിൽ അപ്പം നോക്കാമെന്നും, ഭൂമിയാണ്, ലോകമാണ്, മനുഷ്യ ജീവിതമാണ്, എത്രയോ അവസരങ്ങൾ, എത്രയോ വാതിലുകൾ നമ്മൾ മുട്ടിയാൽ തുറക്കപ്പെടുമെന്നെല്ലാം വിശ്വസിച്ച് നിങ്ങൾ തൽക്കാലം ഈ 2 മാസം നിങ്ങൾ റിവൈസ് ചെയ്യുക, പരീക്ഷകൾ എഴുതുക, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക, സന്തോഷമായിട്ടിരിക്കുക, നല്ലതേ വരുള്ളൂ എന്ന് വിശ്വസിക്കുക കേട്ടോ. അപ്പോൾ ടീച്ചറിൻ്റെ ഈ ഒരു എൻ്റെ ജീവിതം തന്നെ ഞാൻ ഇത്രയും വർഷം, അതായത് എൻ്റെ പല ബന്ധുക്കളും പല ആൾക്കാരും എനിക്ക് ഈ അസുഖം തുടങ്ങുമ്പോൾ ഇവർക്ക് 5 വർഷത്തെ ആയുസേ ഇനിയുള്ളൂ, ഈ അസുഖമൊക്കെ വെച്ചിട്ട് സൈഡ് എഫക്ട്സ് ഒക്കെ ഒത്തിരി വരും, കിഡ്നി അടിച്ചു പോകും, ലിവർ അടിച്ചു പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചറിനെ ഡിസ്കറേജ് ചെയ്യാൻ നോക്കിയിട്ടേ ഉള്ളൂ കേട്ടോ മെജോറിറ്റി ആൾക്കാരും. അതിൽ നിന്നെല്ലാം ടീച്ചർ അസുഖവും കൊണ്ട് ഇപ്പോൾ ഒരു 37-ാമത്തെ വർഷമാണ് ഈ ഒരു അസുഖം കൊണ്ട് ടീച്ചർ ജീവിക്കുന്നത്. ആലോചിച്ചു, 37 വർഷവും എല്ലാ ദിവസവും ടീച്ചർ ഈ 4 ഇഞ്ചക്ഷനും എടുത്തിട്ട് ജീവിക്കുകയാണ്. ടീച്ചർ ഇപ്പോഴും ചിരിച്ചുകൊണ്ടല്ലേ നിങ്ങളോട് സംസാരിക്കുന്നത്, ക്ലാസ് എടുക്കുമ്പോഴും അങ്ങനെ തന്നെ അല്ലേ. അപ്പോൾ സൈഡ് എഫക്ട്സ് ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ഇല്ലാന്നൊന്നും പറയുന്നില്ല. പക്ഷെ അതിൽ നിന്നും ടീച്ചറിൻ്റെ മെയിനായിട്ട് ടീച്ചറിൻ്റെ ഒരു സെൽഫ് പവർ, അതുകൊണ്ട് ടീച്ചർ കരകയറി കൂടെ എൻ്റെ ഹസ്ബൻഡിൻ്റെയും മോളുടെയും അമ്മയുടെയൊക്കെ സപ്പോർട്ടും ഒക്കെ കൊണ്ട് ടീച്ചർ നിൽക്കുകയാണ്. അതുപോലെ ആയിരിക്കണം നിങ്ങളുടെയും ജീവിതം. പല ബുദ്ധിമുട്ടുകളും വരും എൻ്റെ കുഞ്ഞുങ്ങളെ, അതിലെല്ലാം നിങ്ങൾ സ്ട്രോങ് ആയിട്ട്, നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നോ അത്രത്തോളം നിങ്ങൾ സക്സസ് ആവും. ഓക്കെ, സോ നിങ്ങളുടെ നീറ്റിൻ്റെ എക്സാം നല്ല പോലെ നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാൻ സാധിക്കട്ടെ. നിങ്ങൾ പഠിച്ചത് എത്രയാണോ അത് മൊത്തം നിങ്ങൾക്ക് ആ നീറ്റ് എക്സാമിന് ഉപയോഗിക്കാൻ സാധിക്കട്ടെ. സോ ഓൾ ദ ബെസ്റ്റ് മൈ ഡിയർ ചിൽഡ്രൻ, ഓൾ ദ ബെസ്റ്റ്.